കുറുവ മോഷ്ടാക്കളെ പോലെ മറ്റൊരു സംഘത്തെക്കുറിച്ചുകൂടെ ചെറിയൊരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ കുപ്രസിദ്ധ മോഷണ സംഘം ഇറാനി ഗ്യാങ് കേരളത്തിൽ പലയിടത്തും മോഷണം നടത്തുന്നതായി പോലീസ് കണ്ടെത്തുന്നു. 3 പേരുടെ സംഘമായിട്ടാണ് ഇപ്പോൾ മോഷണം നടത്തുന്നത്. ഇവർ നെടുങ്കണ്ടത്ത് പിടിയിലായ പ്രതികളുടെ പേരിൽ കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി രാഹുൽ വിജയൻ കട്ടപ്പനയിൽ ചേരുന്നു. രാഹുൽ വിജയൻ, ഈ കുറുവക്കാരെ കൊണ്ട് തന്നെ നമുക്ക് വെറുതെ മുട്ടി. ഇനിയിപ്പോൾ ഇറാനി സംഘം എത്തിയോ? ഇറാനി സംഘവും എത്തിയിട്ടുണ്ട്. തഞ്ചാവൂരിൽ നിന്നാണ് അവർ കേരളത്തിലേക്ക് വണ്ടി കയറിയിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം പക്ഷേ അതിൽ 2 പേർ നെടുങ്കണ്ടത്ത് പിടിയിലായിട്ടുണ്ട്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഈ കമ്പിളിയൊക്കെ വിൽക്കുന്ന ആളുകളുടെ വേഷത്തിലാണ് ഈ നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം ചില ജ്വല്ലറികളിലൊക്കെ കണ്ടുവെക്കും. അതിനുശേഷം അത് അവിടെ ചെന്ന് സാധനം മേടിക്കാനുള്ള സ്വർണം മേടിക്കാനെന്ന വ്യാജേന ചെല്ലുകയും അവിടെ മോഷണം നടത്തുകയും ചെയ്യുന്നതാണ് പതിവ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം നെടുങ്കണ്ടത്തെ ഒരു ജ്വല്ലറിയിൽ അത്തരത്തിലൊരു മോഷണം നടത്താൻ ശ്രമിക്കുന്നതിനിടെ അവിടുത്തെ ജ്വല്ലറി ഉടമ തന്ത്രപരമായി അവന്മാരെ പിടികൂടിയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇറാനി ഗ്യാങ്ങിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഒരു മാസം മുമ്പ് കോട്ടയത്ത് പൂവേലിൽ ജ്വല്ലേഴ്സ് എന്ന് പറയുന്ന ജ്വല്ലറിയിൽ ഇതേ സംഘം തന്നെ മോഷണം നടത്തിയിരുന്നു. അവർ ആ മോഷണം നടത്തിയതിനു ശേഷം കോട്ടയം ജില്ല തന്നെ വിട്ടിരുന്നു. അതിനുശേഷം ഇടുക്കിയിലേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നെടുങ്കണ്ടത്ത് ഇവർ പിടിയിലായതിനു പിന്നാലെ കോട്ടയം ഈസ്റ്റ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാനും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുമുള്ള നീക്കത്തിലേക്ക് പോയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 പേരടങ്ങുന്ന സംഘമായാണ് ഇവർ മോഷണം നടത്തുക. 2 പേര് മോഷണം നടത്തേണ്ട ജ്വല്ലറിക്കുള്ളിലേക്ക് കയറുന്നു. ബാക്കി ഒരാൾ പുറത്തു നിന്ന് ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പിടി വീഴുമോ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനും അല്ലെങ്കിൽ സൂചന കൊടുക്കുന്നതിനും വേണ്ടി പുറത്തു നിൽക്കും. അങ്ങനെ സൂചന കൊടുക്കാൻ വേണ്ടി നിന്നിരുന്ന ആളാണ് രക്ഷപ്പെട്ടു പോയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നെടുങ്കണ്ടത്ത് 2 പേർ പിടിയിലായിരുന്നു. അതിലൊരാൾ രക്ഷപ്പെട്ടു പോയിരിക്കുന്നത് ഈ സൂചന കൊടുക്കാൻ വേണ്ടി പുറത്തു നിൽക്കുന്ന ആളാണ്. ഇയാളാണ് ഈ കൂട്ടത്തിലെ പ്രധാനി എന്നുള്ളത് പോലീസ് പറയുകയും ചെയ്തിട്ടുണ്ട്. അയാളെ പിടികൂടാൻ വേണ്ടിയുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഹൈദർ, മുബാറക് എന്നിവരാണ് നിലവിൽ പിടിയിലായിട്ടുള്ളത്. ഇവർക്കെതിരെയാണ് ഈ കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും കേസുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ ആളുകൾ ഈ ഇറാനി ഗ്യാങ്ങുമായി ബന്ധപ്പെട്ട് 3 പേരടങ്ങുന്ന സംഘമായി കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളൊരു സൂചന കൂടി പോലീസിനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്ത് അത്തരക്കാരിലേക്ക് എത്താനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. പ്രധാനമായും കർണാടക, ആന്ധ്ര, തമിഴ്നാട്, കേരളം ഈ 4 സംസ്ഥാനങ്ങളിലാണ് ഇറാനി ഗ്യാങ്ങിന്റെ മോഷണ പരമ്പരകൾ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മോഷണം, പിടിച്ചുപറി, അതുപോലുള്ള വലിയ റോബറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഇറാനി ഗ്യാങ്ങിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുപോലുള്ള കേസുകളും അവർക്കെതിരെ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. SK. ഓക്കെ, താങ്ക് യു. രാഹുൽ വിജയനാണ് കട്ടപ്പനയിൽ നിന്ന് ചേർന്നത്.